ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് പുതിയ മൊഡ്യൂളിലോട്ട് കടക്കുകയാണ്. പേജ് നമ്പർ 67 പ്രോഡക്റ്റ് മിക്സ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ, അതായത് നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നമ്മുടെ മാർക്കറ്റിംഗ് എന്താണെന്നും മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്താണെന്നും മാർക്കറ്റിംഗ് മിക്സ് എന്താണെന്നുള്ള കാര്യങ്ങളായിരുന്നു. ഇനി നമ്മൾ മാർക്കറ്റിംഗ് മിക്സിലെ ഓരോന്നിനെക്കുറിച്ച് നമ്മൾ ഓരോ ചാപ്റ്റർ വൈസായിട്ട് പഠിക്കുകയാണ്, മൊഡ്യൂൾ വൈസായിട്ട് പഠിക്കുകയാണ്. അതിലൊന്നാമത്തെയാണ് പ്രോഡക്റ്റ് മിക്സ്. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണെന്നുള്ളത്. എനിത്തിങ് ദാറ്റ് ഈസ് മാനുഫാക്ചർഡ് ബൈ എ ലേബർ ഓർ എഫേർട്ട്. എന്തെങ്കിലും ഒരു വസ്തു നമ്മൾ വിൽപ്പനയ്ക്കായിട്ട് ഉണ്ടാക്കുന്ന ഒരു നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു, അല്ല ടച്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു വസ്തുവിനാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇൻ മാർക്കറ്റിംഗ് ദ ടൈം പ്രോഡക്റ്റ് മീൻസ് എ കമ്മോഡിറ്റി ഓർ സർവീസ് മാനുഫാക്ചർഡ് ടു സാറ്റിസ്ഫൈ ദ നീഡ്സ് ഓഫ് കൺസ്യൂമേഴ്സ്. അപ്പം മാർക്കറ്റിങ്ങിൽ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തോ അതിനെയെല്ലാം പ്രോഡക്റ്റ് എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ ഒരു 4 എലമെൻറ്റ് പറയുന്നുണ്ട്. ദർ ആർ 4 ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് വിച്ച് ഡിറ്റർമിൻ ദ വൺ സാറ്റിസ്ഫൈങ് കപ്പാസിറ്റി ഓഫ് എ പ്രോഡക്റ്റ്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റിനെ സംബന്ധിച്ച് ആ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ളതാണോ എന്നറിയാനായിട്ട് 4 ആസ്പെക്റ്റാണുള്ളത്. ഫസ്റ്റ് വൺ ഡിസൈറബിലിറ്റി. ഡിസൈറബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു ദ അപ്പീൽ ഓർ അട്രാക്ഷൻ ഓഫ് എ പ്രോഡക്റ്റ്. എ പ്രോഡക്റ്റ് മസ്റ്റ് ബി വൺ വിച്ച് ഇസ് ഡിസൈർഡ് ബൈ ദ കൺസ്യൂമേഴ്സ്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നതിൻ്റെ ഡിസൈറബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ അത് മേടിക്കാനായിട്ട് തോന്നണം. ഇപ്പോൾ കുട്ടികളെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ അവർക്കുള്ള സ്വീറ്റ്സ് അതൊക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും. അതിൻ്റെ പാക്കേജിങ്, ലേബലിംഗ് ഒക്കെ. അങ്ങനെ ഒരു വസ്തുവിനെ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു അട്രാക്ഷൻ തോന്നുന്ന രീതിയിലായിരിക്കണം ഒരു പ്രോഡക്റ്റ്. അതിനാണ് ഡിസൈറബിലിറ്റി എന്ന് പറയുന്നത്. ആഗ്രഹം തോന്നണം കാണുമ്പം മേടിക്കാനായിട്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് പർപ്പസ്. അതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളത്. ഇറ്റ് മീൻസ് ദ യൂസ്ഫുൾനെസ് ഓഫ് എ പ്രോഡക്റ്റ് ഓർ ദ റീസൺ ഫോർ യൂസിങ് എ പ്രോഡക്റ്റ്. അപ്പോൾ ഒരു വസ്തു മേടിക്കുമ്പോൾ അതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളതും ഒരു പ്രോഡക്റ്റിനെ വൺ സാറ്റിസ്ഫൈങ് കപ്പാസിറ്റിനെ സൂചിപ്പിക്കുന്നു. ഇതിന് യൂസബിലിറ്റി. ഇറ്റ് ഇംപ്ലൈസ് ദ പെർഫോമൻസ് ഓഫ് എ പ്രോഡക്റ്റ്. എ പ്രോഡക്റ്റ് മസ്റ്റ് ബി വൺ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് കംഫർട്ടബിളി ബൈ ദ യൂസർ. അപ്പോൾ കംഫർട്ടബിലിറ്റി പറയുന്നത്, അതായത് നമുക്കൊരു പ്രോഡക്റ്റ് മേടിച്ച് അതിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതെന്ന് വെച്ചാൽ എക്സ്ട്രാ എഫേർട്ട് എടുക്കാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമാണ് കസ്റ്റമേഴ്സ് കൂടുതലായിട്ട് അത് മേടിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ഈസി യൂസബിൾ ആയിട്ടുള്ളതായിരിക്കണം. ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് യൂസർ എക്സ്പീരിയൻസ്. ദ പ്രോഡക്റ്റ് മസ്റ്റ് ഗീവ് എ പോസിറ്റീവ് ഫീലിംഗ്, ഹാപ്പിനെസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ പേഴ്സൺ ഹു യൂസ് ഇറ്റ്. അപ്പോൾ അത് ഉപയോഗിക്കുന്ന ആൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു ഒരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കണം ഒരു പ്രോഡക്റ്റ്. ഇങ്ങനെ 4 ആസ്പെക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു പ്രോഡക്റ്റിന് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഉള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. ഡിസൈറബിലിറ്റി, അട്രാക്റ്റീവ് ആയിരിക്കണം. അതുപോലെ നമ്മുടെ എന്താവശ്യമാണ് ആ ആവശ്യത്തിന് ഉപയോഗിക്കത്തക്ക രീതിയിലുള്ളതായിരിക്കണം. അത് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. കംഫർട്ടായിരിക്കണം. അടുത്തത് നമുക്കൊരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടായിരിക്കുന്നതായിരിക്കണം. ഇതൊക്കെയാണ് ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഫിലിപ്പ് കോട്ട്ലർ പറഞ്ഞിട്ടുണ്ട് പ്രോഡക്റ്റിൻ്റെ ഡെഫിനിഷൻ. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ പ്രോഡക്റ്റ് ഈസ് എനിത്തിങ് ദാറ്റ് ക്യാൻ ബി ഓഫേർഡ് ടു എ മാർക്കറ്റ് ഫോർ അറ്റൻഷൻ, അക്വിസിഷൻ, യൂസ് ഓർ കൺസംഷൻ ദാറ്റ് മൈറ്റ് സാറ്റിസ്ഫൈ എ വാണ്ട് ഓർ നീഡ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഫിസിക്കൽ ഒബ്ജക്റ്റീവ്, സർവീസസ്, പേഴ്സൺ, പ്ലേസസ്, ഓർഗനൈസേഷൻ ആൻഡ് ഐഡിയാസ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഡെഫിനിഷൻ രണ്ടിലേതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. W. ആൻഡേഴ്സൺ പറഞ്ഞിട്ടുണ്ട് പ്രോഡക്റ്റ് ഷുഡ് ബി കൺസിഡർ ആസ് എ ബണ്ടിൽ ഓഫ് യൂട്ടിലിറ്റീസ് കൺസിസ്റ്റിംഗ് ഓഫ് വേരിയസ് പ്രോഡക്റ്റ് ഫീച്ചേഴ്സ് ആൻഡ് അക്കമ്പനിയിങ് സർവീസസ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഫിലിപ്പ് കോട്ട്ലറിൻ്റെ ഡെഫിനിഷൻ തന്നെയാണ് പഠിക്കാൻ ഏറ്റവും അനുയോജ്യം. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കോട്ട്ലർ പറഞ്ഞിരിക്കുന്ന ഇത്രയാണ്: എ പ്രോഡക്റ്റ് ഈസ് എനിത്തിങ് ദാറ്റ് ക്യാൻ ബി ഓഫേർഡ് ടു എ മാർക്കറ്റ് ഫോർ അറ്റൻഷൻ, അക്വിസിഷൻ, യൂസ് ഓർ കൺസംഷൻ. അപ്പോൾ മാർക്കറ്റിൽ ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാനായിട്ട്, മേടിക്കാനായിട്ട് എന്ത് ഓഫർ ചെയ്യുന്നു അതിനെല്ലാം പ്രോഡക്റ്റ് എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല ആ പ്രോഡക്റ്റ് ഒരു കസ്റ്റമർ സംബന്ധിച്ച് അവരുടെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കണം. അപ്പോൾ ഇതിൽ ഒന്നെങ്കിൽ അതിൽ ഫിസിക്കൽ ഒബ്ജക്റ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ സർവീസ് എന്തെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ ആയിരിക്കും. ഇപ്പോൾ ബാങ്ക് അങ്ങനെ ഏതെങ്കിലും ഓർഗനൈസേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഐഡിയ ആയിരിക്കാം. എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു പരസ്യവാചകത്തിനോ ഒക്കെ നമ്മൾ ഫേമിൽ പോകും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ആയിരിക്കാം. എന്തെങ്കിലും ഒരു കാണുന്ന വസ്തുവോ കാണാൻ പറ്റാത്തൊരു വസ്തു ആയിരിക്കാം. അതിന് നമ്മുടെ ആവശ്യം എന്താണോ അതിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം, മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കണം. ഇതൊക്കെയാണ് ഫിലിപ്പ് കോട്ട്ലറിൻ്റെ ഡെഫിനേഷനിൽ അദ്ദേഹം പ്രോഡക്റ്റ് എന്താണെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കിക്കുക. ഒരു പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ്: ഇറ്റ് ഈസ് സംതിങ് വിച്ച് ഹാസ് ദ കപ്പാസിറ്റി ടു ഫുൾഫിൽ ദ നീഡ്സ് ഓഫ് ദി പീപ്പിൾ. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളത് എന്തോ അതാണ് ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. എ പ്രോഡക്റ്റ് ക്യാൻ ബി ഫിസിക്കൽ ഗുഡ് ഓർ സർവീസ്. ഒന്നൊക്കെ ഫിസിക്കൽ ഗുഡ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരു സർവീസ് ആയിരിക്കാം.
ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ ഫീച്ചേഴ്സ് ഓഫേർഡ് ബൈ എ സെല്ലർ ടു എ ബയർ. അപ്പോൾ ഒരു വിൽപ്പനക്കാരൻ ഒരു വാങ്ങുന്ന ആൾക്ക്, ഒരു ഉപഭോക്താവിന് കൊടുക്കുന്ന മൊത്തം സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ, അത് ഇൻടാഞ്ചിബിൾ ആയിരിക്കാം, ഇൻടാഞ്ചിബിൾ ആയിരിക്കാം, അതിൻ്റെ എല്ലാം കൂടിയുള്ള ഒരു കളക്ഷനെയാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ സാറ്റിസ്ഫൈ ബോത്ത് അപ്പോൾ രണ്ട് വ്യക്തികളെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. കൊമേഴ്സ്യൽ നീഡ്സ്, അതായത് ആ വിൽപ്പനക്കാരന് അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കണം ഒരു പ്രോഡക്റ്റ്. അതിൻ്റെ ഒപ്പം തന്നെ അത് മേടിക്കുന്ന കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ച് പേഴ്സണൽ നീഡ്സിനുള്ള സാറ്റിസ്ഫാക്ഷനും കൂടി കൊടുത്തിരിക്കണം. ഫിഫ്ത്ത് വൺ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ദ സബ്ജക്റ്റ് ആൻഡ് ദ ഒബ്ജക്റ്റ് ഓഫ് ഓൾ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്. അപ്പോൾ നമ്മൾ ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ സബ്ജക്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്കറ്റിംഗ് നടത്തുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്, ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും നമ്മുടെ പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഒരു മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ച് അതിൻ്റെ ലക്ഷ്യവും അതിൻ്റെ സബ്ജക്റ്റും എല്ലാം ഒരു പ്രോഡക്റ്റ് ആണ്. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് ലെവൽസ് ഓഫ് പ്രോഡക്റ്റ്. ഫിലിപ്പ് കോട്ട്ലർ പറഞ്ഞിരിക്കുന്നത് 5 ലെവൽ, ഒരു പ്രോഡക്റ്റിന് 5 ലെവലുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ലെവൽ കോർ ബെനിഫിറ്റ്. ഇറ്റ് ഈസ് ദ ബേസിക് നീഡ് ഓർ വാണ്ട് ദാറ്റ് കൺസ്യൂമർ സാറ്റിസ്ഫൈ ബൈ കൺസ്യൂമിങ് ദ പ്രോഡക്റ്റ് ഓർ സർവീസ്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ കൺസ്യൂമേഴ്സിന് ഇപ്പം ഒരു എന്തെങ്കിലും ഒരു കഴിക്കാനുള്ള ഒരു ഭക്ഷണ സാധനമാണെങ്കിൽ അത് മേടിക്കുമ്പോൾ അപ്പോൾ നമുക്ക് വിശപ്പ് പോവുക എന്നുള്ളത് അതായിരിക്കും ഒരു കോർ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ബേസിക്കായിട്ട് നമ്മുടെ നീഡ് എന്താണോ, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം എന്താണോ അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ ഒരു ലെവലാണ് കോർ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലെവൽ എന്ന് പറയുന്നത് ജനറിക് പ്രോഡക്റ്റ്. ദിസ് ലെവൽ ഓഫ് പ്രോഡക്റ്റ് കണ്ടെയ്ൻസ് ദോസ് ആട്രിബ്യൂട്ട്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് അബ്സല്യൂട്ട്ലി നെസസറി ഫോർ ഇറ്റ് ടു ഫങ്ഷൻ. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് അതിൻ്റെ വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റിനെയാണ് കോർ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് ആ പ്രോഡക്റ്റ് മേടിക്കുന്നത്, ആ ബേസിക് നീഡിനെയാണ് കോർ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലെവലിൽ പറഞ്ഞത് ജനറിക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫങ്ഷൻ ചെയ്യാനായിട്ട്, അപ്പോൾ അതിനാവശ്യമുള്ള ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചർ എന്താണോ അതിൻ്റെ ജനറിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു പ്രോഡക്റ്റ് മേടിച്ചു, ആ പ്രോഡക്റ്റ് ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഉൽപ്പന്നമാണെങ്കിൽ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു വസ്തു ആണെങ്കിൽ ഇപ്പം ഒരു മോപ്പ് മേടിക്കുക. അപ്പം നമുക്ക് ആ മോപ്പ് അതിനെ സംബന്ധിച്ച് അതിൻ്റെ കോർ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്തിനാണ്, ക്ലീൻ ചെയ്യാനാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് ക്ലീനാണ്. രണ്ടാമെന്ന് പറയുന്നത് ഈ ഒരു ബെനിഫിറ്റ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് അതിനുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്താണോ, ഒരു മോപ്പിനെ സംബന്ധിച്ച് നമുക്കറിയാം അതിൻ്റെ ഷേപ്പ് എന്താണെന്നുള്ളത്, ക്ലീൻ ചെയ്യാനായിട്ട് ആവശ്യമുള്ള ഒരു ഷേപ്പുണ്ട്, ആ ഷേപ്പ്. അപ്പോൾ അതിനെയാണ് ജനറിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ബേസിക് നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടുള്ള ആട്രിബ്യൂട്ട്സിനെയാണ്, അതിന് നെസസറി ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സിനെയാണ് ജനറിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് ലെവൽ എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് പ്രോഡക്റ്റ്. It is a set of attributes or characteristics that buyers normally expect and agree to when they purchase a product. അപ്പോൾ മൂന്നാമത്തെ ലെവൽ വരുന്നത് കൺസ്യൂമേഴ്സിൻ്റെ വ്യൂ പോയിൻറ്റിലാണ്. ഒരു കൺസ്യൂമേഴ്സ് ചെന്ന് പ്രോഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് കുറച്ച് എക്സ്പെക്റ്റേഷൻ കാണും. ഇതിപ്പം നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, ഒരു മോപ്പാണ് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നമ്മളൊരു മോപ്പ് മേടിക്കണം, നമ്മുടെ വീട്ടിൽ മോപ്പ് കേടായി കിടക്കുകയാണ്, അല്ലെങ്കിൽ ഇത് പോയി എന്നുണ്ടെങ്കിൽ നമുക്കൊരു ബേസിക് അസംഷനുണ്ട് എങ്ങനെയായിരിക്കണം നമ്മൾ മേടിക്കാൻ പോകുന്ന ആ ഒരു വസ്തു, എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. അങ്ങനെ കൺസ്യൂമർ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എക്സ്പെക്റ്റേഷൻ ലെവൽ എന്താണോ അതിനെയാണ് എക്സ്പെക്റ്റഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഫോർത്ത് വൺ ലെവലാണ് തേർഡ് ലെവൽ എക്സ്പെക്റ്റഡ് ലെവൽ ഓഗ്മെൻറ്റഡ് പ്രോഡക്റ്റ്. ഓഗ്മെൻറ്റഡ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ ലെവൽ എന്ന് പറയുന്നത് ദ അഡീഷണൽ ഫീച്ചേഴ്സ് ഓർ ബെനിഫിറ്റ് ആട്രിബ്യൂട്ട്സ് ഓർ റിലേറ്റഡ് സർവീസസ് ദാറ്റ് ഡിഫറൻഷിയേറ്റ് ദ പ്രോഡക്റ്റ് ഫ്രം ഇറ്റ്സ് കോമ്പറ്റീറ്റേഴ്സ്. അടുത്ത ഓഗ്മെൻറ്റഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പ്രോഡക്റ്റിനുള്ള ഒരു ഫീച്ചർ. ഇപ്പം ഓൾറെഡി പറഞ്ഞ എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം. മോപ്പിൻ്റെ കാര്യം, ഒരുപാട് കമ്പനീസിൻ്റെ മോപ്പ് കിട്ടും, അപ്പോൾ പല ഷേപ്പിലുള്ളത് കിട്ടും. അപ്പോൾ ഒരു കസ്റ്റമറിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്താണെന്നും, അപ്പോൾ ഈ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഇടയ്ക്ക് ഈ ഒരു പർട്ടിക്കുലർ മോപ്പിന് എന്താണ് ഒരു പ്രത്യേകത എന്നുള്ളത്, ആ ഒരു ലെവലാണ് ഓഗ്മെൻറ്റഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. മറ്റു കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഇടയ്ക്ക് നിന്നും നമ്മുടെ പ്രോഡക്റ്റിനുള്ള ആ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ആ ഒരു എക്സ്ട്രാ ഫീച്ചർ എന്താണോ അതിന് ഓഗ്മെൻറ്റഡ് ലെവൽ അല്ലെങ്കിൽ ഓഗ്മെൻറ്റഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നു. ഫിഫ്ത്ത് വൺ പൊട്ടൻഷ്യൽ പ്രോഡക്റ്റ്. ഇറ്റ് ഈസ് ദ അഡീഷൻസ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ പ്രോഡക്റ്റ് മൈറ്റ് അണ്ടർഗോ ഇൻ ദി ഫ്യൂച്ചർ. അപ്പം പൊട്ടൻഷ്യൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിലോട്ട് ഒരു പക്ഷേ ഫ്യൂച്ചറിൽ ഇന്ന അഡീഷൻസ് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്താൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ലെവലിലോട്ട് പോകുമ്പോൾ അതിന് പൊട്ടൻഷ്യൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ലെവലുണ്ട് ഒരു പ്രോഡക്റ്റിനെ സംബന്ധിച്ച്, ഇത്രയും ലെവലുണ്ട്. ഏറ്റവും ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് അതിൻ്റെ ബേസിക് നീഡ്, ആ ഒരു പ്രോഡക്റ്റ് എന്തിനു വേണ്ടിയാണോ ഉപയോഗിക്കുന്നത് അതിനെയാണ് അതിൻ്റെ ഏറ്റവും കോർ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ജനറിക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബേസിക് നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നെസസറി ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ ജനറിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ജനറിക് ലെവൽ എന്ന് പറയുന്നു.
അടുത്തത് കസ്റ്റമേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്ന എന്താണോ അതിനെ എക്സ്പെക്റ്റഡ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ലെവലിൽ പറയുന്നു. ഓഗ്മെൻറ്റഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഇടയ്ക്ക് നിന്ന് നമ്മുടെ പ്രോഡക്റ്റിനുള്ള ആ ഫീച്ചർ അതിന് ഓഗ്മെൻറ്റഡ് ലെവൽ അല്ലെങ്കിൽ ഓഗ്മെൻറ്റഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നു. ദെൻ പൊട്ടൻഷ്യൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ വരാൻ ചാൻസ് ഉള്ള മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ, അതിനെയൊക്കെ പൊട്ടൻഷ്യൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നു. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് പ്രോഡക്റ്റും സർവീസും. അത് നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിച്ചു വരുന്നതാണ്. പ്രോഡക്റ്റ് എന്താണ്, സർവീസ് എന്താണ്, ഒന്ന് ടാഞ്ചിബിളാണ്, ഒന്ന് ഇൻടാഞ്ചിബിളാണ്, ഒന്ന് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുമെന്ന് ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ളതാണ്. അന്ന് ഞാൻ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ബോറിംഗ് ആയിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ ആ പ്രോഡക്റ്റ് സർവീസും എന്താണെന്നുള്ളതും അതിൻ്റെ ഡിഫറൻസും പറഞ്ഞിട്ടുണ്ട്. രണ്ടും നന്നായിട്ട് വായിച്ച് നോക്കുക, മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോർഷൻ പറയുന്നത് ടൈപ്സ് ഓഫ് പ്രോഡക്റ്റ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് വരുന്നത്, ടൈപ്സ് ഓഫ് പ്രോഡക്റ്റ്. അപ്പം മെയിനായിട്ട് പ്രോഡക്റ്റിനെ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്, ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റും കൺസ്യൂമർ പ്രോഡക്റ്റും. ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീസ് ആർ പ്രോഡക്ട്സ് ദാറ്റ് ആർ സോൾഡ് ബൈ വൺ ബിസിനസ് ടു അനദർ. അപ്പോൾ ബിസിനസ് ടു ബിസിനസ് എക്സ്ചേഞ്ച് നടത്തുന്ന പ്രോഡക്റ്റുകളാണ് ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദീസ് ആർ ഐറ്റംസ് പർച്ചേസ്ഡ് ബൈ ബിസിനസ് എൻ്റർപ്രൈസസ് ഫോർ യൂസിങ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് അതർ ഗുഡ്സ് ഇൻ ദ ഓപ്പറേഷൻ ഓഫ് എ ബിസിനസ് ഓർ ഫോർ റീസെയിൽ ടു അതർ കൺസ്യൂമേഴ്സ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ്സിൽ നിന്ന് മറ്റൊരു ബിസിനസ്സിലോട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ബിസിനസ് മറ്റൊരു ബിസിനസ്സിൽ നിന്ന് വാങ്ങിക്കുന്ന ഗുഡ്സിനെയാണ് ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ അവർക്കത് ഫർദർ പ്രോസസ്സിങ് നടത്താനായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റോ മെറ്റീരിയൽ ആയിട്ടായിരിക്കും ഒരു പക്ഷേ മേടിക്കുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ കൺസ്യൂമേഴ്സിന് റീസെയിൽ നടത്താനായിട്ടായിരിക്കും, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷന് വേണ്ടിയിട്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പേന, അതുപോലെ കമ്പ്യൂട്ടേഴ്സ്, ലാപ്ടോപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, കാൽക്കുലേറ്റേഴ്സ്, ഇങ്ങനെയുള്ള. അപ്പോൾ ഒന്നെങ്കിൽ കമ്പനിയിൽ യൂസ് ചെയ്യാനായിട്ട്, ഇല്ലയെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് വീണ്ടും റീസെയിൽ നടത്താൻ വേണ്ടിയിട്ട്, അല്ല എങ്കിൽ ഫർദർ പ്രൊഡക്ഷൻ നടത്താനായിട്ട്. ഇങ്ങനെയൊക്കെ ഒരു ബിസിനസ്സിൽ നിന്ന് മറ്റൊരു ബിസിനസ്സിലോട്ട് മേടിക്കുന്ന അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന പ്രോഡക്ട്സിനെ ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ മെഷീനറി, കമ്പോണൻസ്, ടൂൾസ്, റോ മെറ്റീരിയലൊക്കെ ഇതിൻ്റെ എക്സാമ്പിളാണ്. സെക്കൻഡ് വണ്ണാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന കൺസ്യൂമർ പ്രോഡക്റ്റ്. These are products that are bought by the ultimate consumer for personal, family, household and other non-business purposes. അപ്പം നമ്മുടെ ഹൗസ് ഹോൾഡ് ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കടയിൽ ചെന്ന് മേടിക്കുന്ന ഗുഡ്സിന് കൺസ്യൂമർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ദീസ് ആർ ഐറ്റംസ് പർച്ചേസ്ഡ് ബൈ കൺസ്യൂമർ ഫോർ ദ ഡെയിലി യൂസ്. നമ്മൾ ഡെയിലി യൂസിന് വേണ്ടിയിട്ട് മേടിക്കുന്നതാണ്. ഫുഡ് ഐറ്റംസ്, ക്ലോത്ത്സ്, പേസ്റ്റ്, സോപ്പ്, വെജിറ്റബിൾസ്, അതുപോലെ കൺസ്യൂമർ പ്രോഡക്ട്സ്, അങ്ങനെയുള്ള കൺസ്യൂമബിൾ പ്രോഡക്റ്റ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഇങ്ങനെ ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് എന്നും കൺസ്യൂമർ പ്രോഡക്റ്റ്സ് എന്നുമാണ് പ്രോഡക്റ്റിനെ മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി എഗെയിൻ കൺസ്യൂമർ പ്രോഡക്റ്റിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ പ്രോഡക്റ്റ്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, പെരിഷബിൾ ഗുഡ്സ്, കൺവീനിയൻസ് ഗുഡ്സ്, അതുപോലെ ഷോപ്പിംഗ് കൺസ്യൂമർ ഗുഡ്സ്, സ്പെഷ്യാലിറ്റി കൺസ്യൂമർ ഗുഡ്സ്, നോൺ സോട്ട് ഓർ അൺസോട്ട് കൺസ്യൂമർ ഗുഡ്സ്. അപ്പോൾ ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ പ്രോഡക്റ്റ്, FMCGs എന്ന് പറയും. These are products which are sold quickly and at a relatively low price. Examples of FMCGs include soap, toothpaste, pen, soft drinks, chocolates, etc. അപ്പോൾ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വിറ്റ് പോകുന്ന സാധനങ്ങൾ, പെട്ടെന്ന് വിറ്റ് പോകുന്ന പ്രോഡക്റ്റുകൾ നമ്മുടെ ഡെയിലി യൂസിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. അപ്പോൾ കമ്പാരിറ്റീവ്ലി ലോ പ്രൈസും ആയിരിക്കും. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു കടയിൽ നിന്ന് വിറ്റ് പോകുന്ന കൂടുതലായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് കൺസ്യൂമേഴ്സ് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളെ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ പ്രോഡക്റ്റ് എന്ന് പറയുന്നു. സെക്കൻഡ് വൺ, കൺസ്യൂമർ ഡ്യൂറബിൾസ്. Consumer durables are goods that are not quickly wear out or destroyed by use. They are also known as durable goods or hard goods. ഇപ്പോൾ കൺസ്യൂമർ ഉപയോഗിക്കുന്ന മറ്റ് സാധനങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേ ടു ഡേ ഉപയോഗത്തിന് അല്ലെങ്കിൽ പെട്ടെന്ന് തീർന്നു പോകുന്ന സാധനങ്ങളല്ല, നമ്മുടെ ഡേ ടു ഡേ ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ പോലും നമ്മൾ ഒരു ലോങ് ടൈമിലോട്ട് നമ്മൾ മേടിക്കുന്ന ഗുഡ്സിനെയാണ് കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്ന് പറയുന്നത്. അതിനെ മൂന്നായിട്ട് തിരിച്ചേക്കാണ്: വൈറ്റ് ഗുഡ്സ്, ബ്രൗൺ ഗുഡ്സ് ആൻഡ് സോഫ്റ്റ് ഗുഡ്സ്. വൈറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൗസ് ഹോൾഡ് അപ്ലയൻസസ്, ഇലക്ട്രിക്കൽ അപ്ലയൻസസിനെയാണ് വൈറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്, അല്ലെ വൈറ്റ് വെയേഴ്സ് എന്ന് പറയുന്നത്. റെഫ്രിജറേറ്റർ, റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷൻ, വാഷിംഗ് മെഷീൻ, ഇങ്ങനെയൊക്കെയുള്ള ഹൗസ് ഹോൾഡ്
വീട്ടിലെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ മേടിക്കുന്ന സാധനങ്ങൾ, ഹെവി പ്രൈസിനുള്ള സാധനങ്ങളെയാണ് വൈറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. ബ്രൗൺ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റായിട്ടുള്ള എക്കണോമിക് അപ്ലയൻസ്. ഇതിനകത്താണ് TV, LCD, അതുപോലെ കമ്പ്യൂട്ടേഴ്സ്, മൊബൈൽ ഫോണൊക്കെ ബ്രൗൺ ഗുഡ്സിലാണ് വരുന്നത്. ദെൻ സോഫ്റ്റ് ഗുഡ്സ് മെയ്ഡ് ഫ്രം സോഫ്റ്റ് മെറ്റീരിയൽ ആർ റെഫേർഡ് ടു ആസ് സോഫ്റ്റ് ഗുഡ്സ്. ഇവിടെയാണ് കൂടുതലായിട്ടും ഡ്രസ്സ് ഐറ്റംസ്, അതുപോലെ നമ്മൾ മേടിക്കുന്ന ചെരുപ്പുകൾ, കർട്ടൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സോഫ്റ്റ് ഗുഡ്സിനകത്ത് വരുന്നത്. അപ്പോൾ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡേ ടു ഡേ കൺസംഷന് വേണ്ടിയിട്ട് നമ്മൾ മേടിക്കുന്ന ഗുഡ്സാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തീർന്നു പോകുന്ന ഡെയിലി യൂസിന് വേണ്ടിയിട്ട് മേടിക്കുന്ന ഗുഡ്സിനെ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ പ്രോഡക്റ്റ് എന്ന് പറയുന്നു. അതുപോലെ കൺസ്യൂമർ ഡ്യൂറബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ലോങ് ടൈമിലോട്ട് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ മേടിക്കുന്നതിനെ കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്ന് പറയുന്നു. ഇതിൽ തന്നെ 3 ആയിട്ടുണ്ട്. വൈറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെവി ഇലക്ട്രോണിക് അപ്ലയൻസസ്, എയർ കണ്ടീഷണർ, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ പോലുള്ള ഹെവി ഇലക്ട്രോണിക് അപ്ലയൻസസിന് വൈറ്റ് ഗുഡ്സ് എന്നും, ലൈറ്റ് ഇലക്ട്രോണിക് അപ്ലയൻസസ് ആയിട്ടുള്ള DVD പ്ലെയർ, TV, മൊബൈൽ ഫോൺ, ഇതിനെയൊക്കെ ബ്രൗൺ ഗുഡ്സ് എന്നും, അതുപോലെ നമ്മുടെ ഡെയിലി യൂസ് ചെയ്യുന്ന ഡ്രസ്സസ്, അതുപോലെ നമ്മുടെ ബാഗ്, അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ സോഫ്റ്റ് ഗുഡ്സ് എന്നും പറയുന്നു. നെക്സ്റ്റ് 3ാമത്തെ കൺസ്യൂമർ പ്രോഡക്റ്റിൻ്റെ കാറ്റഗറിയാണ് പെരിഷബിൾ ഗുഡ്സ്. These goods are subject to decay and spoilage within a short period. പെരിഷബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, പെട്ടെന്ന് തന്നെ ചീത്തയായി പോകുന്ന വസ്തുക്കൾ, പെട്ടെന്ന് തന്നെ പെരിഷബിളായി പോകുന്ന ഗുഡ്സിനെയാണ് പെരിഷബിൾ ഗുഡ്സ് എന്ന് പറയുന്നത്. ദേ ഡിറ്റോറിയേറ്റ് ഇൻ ക്വാളിറ്റി ഓവർ ടൈം. ഇപ്പോൾ ഓരോ ടൈം അനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും, തേയ്മാനം വന്നുകൊണ്ടിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ചീത്തയായിക്കൊണ്ടിരിക്കും, മോശമായിക്കൊണ്ടിരിക്കുന്ന വസ്തുക്കൾ. അപ്പോൾ ഒരു ഷോർട്ട് പീരീഡിലോട്ട് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഗുഡ്സിനെയാണ് പെരിഷബിൾ ഗുഡ്സ് എന്ന് പറയുന്നത്. ബട്ടർ, മീറ്റ്, ഫിഷ്, വെജിറ്റബിൾ, ഐസ്ക്രീം, ഇതൊക്കെയാണ് നമുക്കിതിന് എക്സാമ്പിളായിട്ട് പറയാം. ദെൻ 4th വൺ, കൺവീനിയൻസ് ഗുഡ്സ്. Goods which are easily available to consumers without any extra effort are convenience goods. Mostly convenience goods came under the category of non-durable goods. അപ്പം കൺവീനിയൻസ് ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുന്നത്, നമ്മളൊരു ഷോപ്പിൽ ചെന്നിട്ട് നമുക്ക് പെട്ടെന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഗുഡ്സ്, നമ്മുടെ സൗകര്യാർത്ഥം പെട്ടെന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് ആവശ്യം വന്നു പെട്ടെന്ന് മേടിക്കുന്നു, അങ്ങനെയുള്ള വസ്തുക്കളാണ് കൺവീനിയൻസ് ഗുഡ്സ് എന്ന് പറയുന്നത്. സ്മോൾ പ്രൈസും ആയിരിക്കും. അപ്പം ഇങ്ങനെയുള്ളത് ഫാസ്റ്റ് ഫുഡ്, അതെന്ന് വെച്ചാൽ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ഫുഡ്സ്, അതുപോലെ സിഗരറ്റ്, ചോക്ലേറ്റ്, പേന, ഇതൊക്കെയാണ് നമ്മുടെ കൺവീനിയൻസ് ഗുഡ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് ഷോപ്പിംഗ് കൺസ്യൂമർ ഗുഡ്സ്. ഷോപ്പിംഗ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസ്യൂമർ മേക്സ് എ ലോട്ട് ഓഫ് സെലക്ഷൻ ആൻഡ് കമ്പാരിസൺ ബേസ്ഡ് ഓൺ വേരിയസ് ഫാക്ടേഴ്സ് സച്ച് ആസ് കോസ്റ്റ്, ബ്രാൻഡ്, സ്റ്റൈല്, കംഫർട്ട്, എക്സെട്ര. അപ്പോൾ ഇവിടെയാണ്, അതായത് ഈ ഷോപ്പിംഗ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് കൂടുതൽ സമയമെടുക്കും, കുറച്ചും കൂടി നമ്മൾ ബ്രാൻഡ് കോഷ്യസ് ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റൈല് നോക്കി അല്ലെങ്കിൽ അതിൻ്റെ വില നോക്കിയൊക്കെ കമ്പയർ ചെയ്ത് നമ്മളൊരു പ്രോഡക്റ്റ് മേടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കമ്പാരിസൺ നടത്തി മേടിക്കുന്നതിനെയാണ് ഷോപ്പിംഗ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത്. ജുവലറി ഐറ്റംസ്, അതുപോലെ ടെക്സ്റ്റൈൽസ്, ഫുഡ് വെയറൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. അപ്പം ദേ ആർ കോസ്റ്റ്ലിയർ ദാൻ കൺവീനിയൻസ് ഗുഡ്സ് ആൻഡ് ആർ ഡ്യൂറബിൾ ഇൻ നേച്ചർ. അപ്പോൾ നമ്മുടെ കൺവീനിയൻസ് ഗുഡ്സിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി വില കൂടിയ വസ്തുക്കളാണ് ഈ ഷോപ്പിംഗ്, നമുക്കറിയാം ഡ്രസ് മെറ്റീരിയലൊക്കെ വരുന്നത്. ഷോപ്പിംഗ് കൺസ്യൂമർ ഗുഡ്സ് ഷോപ്പ്സ് ആർ യൂഷ്വലി സെറ്റപ്പ് ഇൻ ബിസി ഷോപ്പിംഗ് ഏരിയാസ് ടു അട്രാക്റ്റ് കസ്റ്റമർ അറ്റൻഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ വസ്തുക്കൾ വിൽക്കുന്ന, അപ്പോൾ ജുവലറി, ടെക്സ്റ്റൈൽസ്, ഇതൊക്കെ കൂടുതൽ അട്രാക്റ്റീവ് ആയിരിക്കും, മറ്റ് ഷോപ്പ്സിനെ അപേക്ഷിച്ച് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ളതായിരിക്കും ഷോപ്പിംഗ് കൺസ്യൂമർ ഗുഡ്സ് വിൽക്കുന്ന ഷോപ്പുകൾ. അപ്പോൾ ഷോപ്പിംഗ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഡ്യൂറബിൾ, നമുക്ക് ഡെയിലി ആവശ്യത്തിന് വേണ്ടിയുള്ളതാണെങ്കിൽ പോലും നമ്മൾ കൂടുതൽ എഫേർട്ട് എടുത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്ന വസ്തുക്കളാണ്, അല്ല ഷോപ്പ് ചെയ്ത് മേടിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഷോപ്പിംഗ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് കാറ്റഗറി സ്പെഷ്യാലിറ്റി കൺസ്യൂമർ ഗുഡ്സ്. സ്പെഷ്യാലിറ്റി കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെരി യൂണീക്ക്, അൺയൂഷ്വൽ ആൻഡ് ലക്ഷൂറിയസ് ഇൻ നേച്ചർ. അപ്പോൾ ഏറ്റവും ലക്ഷൂറിയസ് ആയിട്ടുള്ളത്, യൂണീക്ക് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ പ്ലാറ്റിനം, അതുപോലെ ഡയമണ്ട്, അങ്ങനെയുള്ള സിൽക്ക് മെറ്റീരിയൽസ്, ഡ്രസ് മെറ്റീരിയൽ വരുമ്പോഴാണ് സിൽക്കുണ്ട്, അതിൽ കൂടുതൽ വിലയുള്ള വസ്തുക്കളുണ്ട്, കാഞ്ചീപുരം, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള. അപ്പം ഒരു യുണീക്കായിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ലക്ഷൂറിയസ് പ്രോഡക്റ്റുകളെയാണ് സ്പെഷ്യാലിറ്റി കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ പറഞ്ഞേക്കുന്നത് നോൺ സോട്ട് ഓർ അൺസോട്ട് കൺസ്യൂമർ ഗുഡ്സ്. ഗുഡ്സ് ഓർ സർവീസസ് വിച്ച് ആർ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് ബട്ട് കൺസ്യൂമേഴ്സ് ആർ നോട്ട് റിയലി ഇൻട്രസ്റ്റഡ് ഇൻ ബൈയിങ് ദം ആർ കോൾഡ് നോൺ സോട്ട് ഗുഡ്സ്.
ദീസ് പ്രോഡക്ട്സ് ആർ പർച്ചേസ്ഡ് നോട്ട് ഔട്ട് ഓഫ് ഡിസയർ ബട്ട് ഡ്യൂ ടു സർട്ടൻ കമ്പൾഷൻസ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോൺ സോട്ട് ഐറ്റം ഗുഡ്സ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റുന്നതാണ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് അവൈലബിളാണ്, മാർക്കറ്റിൽ അവൈലബിളാണ്, അല്ലെങ്കിൽ ഷോപ്സിൽ അവൈലബിൾ ആണെങ്കിൽ നമ്മൾ എപ്പോഴും പോയി മേടിക്കത്തില്ല. എന്തെങ്കിലും ഒരു ആവശ്യകത വരുമ്പോൾ മാത്രം, ഒരു സെർട്ടനായിട്ട് നമുക്ക് പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ മാത്രം നമ്മൾ പോയി മേടിക്കുന്നതാണ്. അല്ലാതെ നോർമലി പോയി നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവത്തില്ല മേടിക്കാൻ. ഒരു ആവശ്യം വരുമ്പോൾ മാത്രം മേടിക്കുന്ന ഗുഡ്സിനെയാണ് നോൺ സോൾട്ട് അല്ലെങ്കിൽ അൺസോൾട്ട് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ആപ്റ്റായിട്ടുള്ള എക്സാമ്പിൾ മെഡിസിനാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് ഉണ്ട്, കൺസ്യൂമർ പ്രോഡക്റ്റ് ഉണ്ട്. കൺസ്യൂമർ പ്രോഡക്റ്റിൻ്റെ സബ് കാറ്റഗറീസ് ആണ് പറഞ്ഞ് അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് കൂടി വരച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇന്ന് ക്ലാസ് പറഞ്ഞ് നിർത്താം. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിക്കൊള്ളുക.